നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിക്കുണ്ടാകുന്ന കുറവുകൾ കണ്ടെത്തുന്നതിന് ഒപ്പം അവരുടെ കഴിവും സ്നേഹവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം തികഞ്ഞ ഒരു ദമ്പതികൾ പോലും ഈ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ സത്യം. അഥവാ നിങ്ങൾക്ക് എല്ലാം തികഞ്ഞ ഒരു ദമ്പതിയെ അറിയാമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ജീവിതത്തിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് അപ്പുറം അവർ തമ്മിൽ പരസ്പരം ഒത്തിരി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് നിങ്ങൾ അവരെ കാണുമ്പോൾ അവർ എപ്പോഴും സന്തോഷത്തോടെ പരസ്പരം പെരുമാറുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും തൻ്റെ കൂടെയുള്ളയാളെ മനസ്സിലാക്കുക, മറ്റൊരാളുടെ മുന്നിൽ വച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക, പരസ്പരം അംഗീകരിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒപ്പം തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചുകൂടി അവരോട് പറയുക. അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുക. ഏത് കാര്യവും തുറന്ന് സംസാരിക്കുക. തെറ്റുകൾ പറ്റിയാൽ പരസ്പരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി സ്വയം തിരുത്താൻ ശ്രമിക്കുക. വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. ഞാനാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നയാൾ എന്ന മട്ടിലുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നത്തിൽ കലാശിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. അതിനാൽ നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെയോ നല്ലൊരു ഭാര്യയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒരു നിമിഷം ഒന്ന് നോക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്വന്തം പോരായ്മകളും സ്വയം തിരിച്ചറിയുക. നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കണ്ട് മനസ്സിലാക്കി വച്ച ഒരു ദാമ്പത്യമല്ല യഥാർത്ഥ ദാമ്പത്യ ജീവിതം എന്ന് തിരിച്ചറിയുക. ഈ കാലത്ത് വിവാഹപ്രായമായ പല ആളുകളും ചിന്തിച്ചു വച്ചിരിക്കുന്നത് റീലുകളെ പോലെയാണ് റിയൽ ലൈഫും എന്നാണ്. അങ്ങനെ മനസ്സിൽ കുറച്ച് മുൻവിധികൾ ഒക്കെ വെച്ച് ഒരാൾ വിവാഹം കഴിക്കുന്നു. താൻ സ്വപ്നം കണ്ട പോലെയും മീഡിയകളിൽ കണ്ട് മനസ്സിലാക്കി വെച്ചതുപോലെയുമല്ല തൻ്റെ ജീവിതം എന്ന് തോന്നിയാൽ നിസ്സാര കാരണങ്ങൾക്ക് പോലും ദാമ്പത്യ ജീവിതം പരസ്പരം അവർ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഈ വീഡിയോ കാണുന്ന വിവാഹപ്രായമായവരും വിവാഹം കഴിഞ്ഞവരും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക, ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നോ പറഞ്ഞ് പരസ്പരം പിന്മാറുക. എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നോ പറഞ്ഞ് പിന്മാറേണ്ട കാര്യവുമല്ല എന്ന് കൂടി അറിഞ്ഞിരിക്കുക. പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ എത്ര കുറവുകൾ ഉണ്ടെങ്കിലും എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും പുറം ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക കൂടി ഇല്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ മനസ്സുകൊണ്ട് ജീവിക്കുന്നതിനാൽ. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.